ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:30 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ഓഫ് ഡേ ആണ് ഇന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന്. അത്ര കാര്യമായിട്ടൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ചെറിയ ഒരു ഓഫ് ഡേ എങ്ങനെയായിരിക്കും പോകുന്നതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പം ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാനെന്നും താഴെ വരുന്നത്. നേരെ താഴെ വന്ന് നേരെ ബ്ലൈൻഡ്സ് ഒക്കെ ഒന്ന് പൊക്കി വെച്ചതിന് ശേഷം TV കണ്ട് കുറച്ച് നേരം ഇരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് വീട്ടിലുള്ളപ്പോൾ മാത്രം. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് കാണുമല്ലോ, നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വർക്ക് കാണും. അപ്പോൾ വീട്ടിൽ വന്നാൽ വളരെ ഒരു റിലാക്സ്ഡ് ഡേ ആയിരിക്കും, റിലാക്സ്ഡ് മോർണിംഗ് ആയിരിക്കും എൻ്റെ. പിന്നെ ഞാൻ നേരെ അമ്മ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം നേരെ കോഫിയൊക്കെ എടുത്തിട്ട് വന്ന് TVയും കണ്ട് റിലാക്സ് ആയിട്ടിരിക്കുക. ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട്, പക്ഷെ എന്നാലും കുറച്ച് നേരം TVയും കണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ അജണ്ട. അപ്പോൾ TV ഒക്കെ കണ്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. അപ്പോൾ വെളിയിൽ ഞങ്ങൾക്കിവിടെ വെളിയിൽ കുറേ കിളികളൊക്കെ വന്ന് കൂട് വെക്കുകയും അതുപോലെ മീനിൻ്റെ ഒരു ചെറിയ കുളവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇവിടെ കുറച്ച് കരിഞ്ഞ ചെടികളൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ചൂട് കാരണം കരിഞ്ഞു പോയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഇതാണ് ഞങ്ങളുടെ കുളം. ഇതൊക്കെ ഞങ്ങളുടെ അമ്മയുടെ കുഞ്ഞുങ്ങളാണ്. ഈ കാണുന്ന കുഞ്ഞു കുളത്തിൽ ഈ കിടക്കുന്ന കുളം അല്ലല്ലോ, എന്തോ അതിന് പറയുക, എന്തോ. അപ്പം ഇതിനകത്ത് ഈ കിടക്കുന്നത് ഞങ്ങളുടെ അമ്മയുടെ കുഞ്ഞ് മക്കളാണ്. ഞങ്ങൾക്ക് ആഹാരം തന്നില്ലെങ്കിലും അമ്മ ഇതുങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് ആഹാരം കൊടുക്കാറുണ്ട്. ഇത് എന്താ ഗപ്പി എന്നാന്ന് തോന്നുന്നു. ഗപ്പിയാണ് ഈ താഴെ കിടക്കുന്നത്, ഗപ്പിയാണെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയോ മീനുകളാണ്. അപ്പോൾ നല്ല രസമാണ്. ഇതിവിടെ മിക്കവാറും ഉണ്ടാവും. അമ്മയാണ് ഇതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകളൊക്കെ അമ്മയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം വീണ്ടും ബാക്കിലേക്കൊക്കെ നടന്നു പോകും. ബാക്കിൽ ഞങ്ങൾക്ക് അധികം സ്ഥലമൊന്നുമില്ല, അപ്പോൾ ഉള്ള സ്ഥലത്തിൽ ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കിളിക്കൂടാണ്. ഇതിനകത്ത് വന്ന് കിളി കൂടൊന്നും വെക്കാറില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ വന്ന് എത്തിലിരുന്ന് തൂങ്ങിയൊക്കെ ആടാറുണ്ട്. പിന്നെ അതിനുശേഷം നേരെ ബാക്കിലൊക്കെ പോയി ഞങ്ങൾക്കുള്ള കുറച്ച് ഓമയ്ക്കായും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഓമയ്ക്ക മരം, ഓമ. അപ്പോൾ അതിൽ നിറച്ച് കായകളും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെ സ്വന്തമായിട്ടുള്ള ഒരു മരം ഇതാണ്. അപ്പോൾ അതിൽ നിറച്ച് കായും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ഫ്രണ്ടിലേക്ക് വന്നപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് വെള്ളം കോരുന്നുണ്ട്. ഞങ്ങൾ വീട്ടിൽ വെള്ളം കോരി മാത്രമേ എടുക്കത്തുള്ളൂ, എന്ന് വെച്ചാൽ കുക്ക് ചെയ്യാൻ കോരി മാത്രമേ എടുക്കത്തുള്ളൂ. അല്ലാത്ത വെള്ളം കുടിക്കാനും കുക്ക് ചെയ്യാനും ഒന്നും എടുക്കാറില്ല. ഞങ്ങളുടെ അമ്മ അങ്ങനെയാണ് ശീലിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വേറെ എവിടെയെങ്കിലും ചെന്ന് വെള്ളം കുടിക്കാൻ പോലും ഭയങ്കര മടിയാണ്. കാരണം വീട്ടിൽ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ നേരെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഞാൻ വല്ലപ്പോഴുമാണ് അങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയി. ഇത് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞ്. എന്നെ പേടിയാണ്, എൻ്റെ അടുത്ത് വരുത്തൊന്നുമില്ല. സാധാരണ പിള്ളേരൊന്നും എൻ്റെ അടുത്ത് എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അവനെയൊക്കെ പോയി കുറച്ച് നേരം കളിപ്പിക്കുമല്ല, വഴക്കുണ്ടാക്കി. എന്നെ അടിക്കാൻ വേണ്ടിയിട്ടാണ് വടിയെടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഒക്കെ കളിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെയുള്ള ഏരിയ. ഇങ്ങനെയെല്ലാം നല്ല കുഞ്ഞു നല്ല പ്രെറ്റി വീടുകളൊക്കെയാണ്. അപ്പം അങ്ങനെ അവിടെ ഇങ്ങനെ നിന്നപ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ കപ്പ പറിക്കുന്നു. കപ്പയൊന്നും പണ്ട് എനിക്കൊന്നും ഇഷ്ടമല്ലാത്ത സാധനങ്ങളായിരുന്നു, കപ്പ, ചക്ക, ഇതൊക്കെ. ഇപ്പം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എനിക്കറിഞ്ഞുകൂടാ, ഒരു പ്രായത്തിൽ നമുക്ക് ഇഷ്ടമില്ലാഞ്ഞ സാധനങ്ങളൊക്കെ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പം അങ്ങനെ കുറച്ച് നേരം അത് പറിക്കുന്നതൊക്കെ ഇവിടെ നോക്കി. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കഷ്ടപ്പെടുമായിരുന്നു അത് പറിക്കാൻ. ഞങ്ങളുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ മണ്ണ ഭയങ്കര പാടാണ് എന്തെങ്കിലും ഉണ്ടാവാനും, അതുപോലെ തന്നെ ഇനി ഉണ്ടായി കിട്ടിയാൽ അതെല്ലാം കൂടെ വലിച്ചു പറിച്ച് വരാനും ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ അവർ കഷ്ടപ്പെട്ട് പറിച്ചെടുത്തു. അപ്പം അങ്ങനെ ഇതിൽ നിന്ന് നമുക്കും തന്നിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അത് നമ്മളിന്ന് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ വെയിറ്റ് ചെയ്യുന്നു. ഇതായിരുന്നു നമുക്ക് കിട്ടിയ കപ്പ. അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ലൈറ്റായിട്ടും കഴിക്കാറുണ്ട്, ഹെവി ആയിട്ടും കഴിക്കാറുണ്ട്. പക്ഷെ ചില ദിവസം ലൈറ്റായിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് 2 മുട്ട മാത്രമേ കഴിച്ചുള്ളൂ. അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, പുട്ട്, അങ്ങനെയൊക്കെ. പുട്ടൊക്കെ ആണെങ്കിൽ വെട്ടി വിഴുങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് മുട്ട മാത്രമേ കഴിച്ചുള്ളൂ. ചില ദിവസം അങ്ങനെയാണ്, മുട്ടയൊക്കെ മാത്രമേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കൂടുതലും ഓട്സ് കഴിക്കുന്ന ആളാണ്. മിക്കവാറും രാവിലെ ഓട്സാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന്
ഞാൻ തലേ ദിവസം ഓവർനൈറ്റ് ഓട്സ് ആണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് അത് ഉണ്ടാക്കാഞ്ഞുകൊണ്ട് രാവിലെ മുട്ട കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചുമ്മാ ഇപ്പുറത്തോടൊക്കെ പോയി. ഞാൻ വല്ലപ്പോഴുമാണ് അപ്പുറത്തോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. അപ്പം ഇന്ന് അങ്ങോട്ടൊക്കെ പോയി അവിടെയുള്ള പിള്ളേരെയൊക്കെ വഴക്കുണ്ടാക്കി. പിന്നെ ഇവിടെ അപ്പുറത്ത് കപ്പയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയി നോക്കി. അതിനുശേഷം താഴെ കുറച്ച് നേരം ഇരുന്ന് TV ഒക്കെ കണ്ടിട്ട് വീണ്ടും മോളി വന്നു. ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ചെങ്ങന്നൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഫെസ്റ്റ് കാണാനായിട്ട് ഞാനും ഫ്രണ്ടും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ട്, റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്തിട്ട് ഒരു 2 മണി 2:30 ആകുമ്പോഴത്തേക്ക് പോകണം എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും പോകുമ്പോൾ വൈകിട്ടേ വരാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരു 3 ഇറങ്ങണം. അപ്പോൾ അതിന് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ക്ലീനിങ്ങും തുണിമടക്കലും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ അത് ചെയ്യുന്നതും കൂടെ ഒക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, ഇപ്പോൾ സമയം ഒരു 11 മണിയായിട്ടുണ്ട്. ഞാൻ എണീറ്റപ്പോൾ 9:30 ആയിരുന്നു. ഇപ്പോൾ ഒരു 11 മണിയായിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ എത്രയും വേഗം ചെയ്ത് അപ്പോൾ ആ പരിപാടികളൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് വേണം നമുക്ക് റെഡിയാവാൻ. അപ്പോൾ അതോടെ ചെയ്യട്ടെ. അപ്പോൾ ഇനിയാണ് എൻ്റെ പ്രധാനപ്പെട്ട അധ്വാനിക്കുന്ന വർക്കുകൾ തുടങ്ങുന്നത്. അപ്പോൾ അത് എൻ്റെ വീടിൻ്റെ ടെറസാണ്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ തുണിയൊക്കെ ഉണങ്ങാനായിട്ട് വിരിക്കുന്നത്. വെളിയിലൊന്നും വിരിക്കാറില്ല, ടെറസിൽ തന്നെയാണ് ഉണങ്ങാനായിട്ട് വിരിക്കുന്നത്. അപ്പോൾ ഈ തുണി പെറുക്കുക, തുണി മടക്കുക, ഇതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. അമ്മ അധികം മുകളിലേക്ക് വരാറില്ല. അപ്പം ഞാൻ തന്നെയാണ് എല്ലാം, മുകളിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കെങ്ങാനും അവൾ സഹായിച്ചാലായി, പക്ഷെ അങ്ങനെ സഹായിക്കാനൊന്നും വരാറില്ല. പിന്നെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാം ചെയ്യണമെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വേണം. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് പാട്ടാണ്. അപ്പോൾ ഞാൻ മുകളിൽ TV വെച്ച് പാട്ട് കേട്ടോണ്ടാണ് ഇരുന്ന് തുണി മടക്കുന്നതും. ഇപ്പോൾ ഫുഡ് കഴിക്കുന്നതാണെങ്കിലും താഴെ പോയി TV വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുവാണെന്നുണ്ടെങ്കിലും ഒന്നെങ്കിൽ ഫോണിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ TV-യിൽ പാട്ട് വെച്ച് അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുണി മടക്കുന്നത്. സത്യം പറഞ്ഞാൽ തുണി മടക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്, എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ തുണി നമ്മൾ തന്നെ മടക്കണമല്ലോ, വേറെ ആരും വരത്തില്ലല്ലോ മടക്കാൻ. അപ്പം അങ്ങനെ അത് നമ്മൾ തന്നെ മടക്കി വെക്കും. അപ്പം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരും. കാരണം അതിനകത്ത് നോക്കി പിന്നെ ഇവിടെ മടക്കി അങ്ങനെ പെട്ടെന്ന് തീരും. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് നമുക്കിന്ന് പോവണം. അപ്പോൾ ഇന്ന് വേറെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസസ് ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെയും കൂടി ഒരു മോട്ടിവേഷൻ ഉണ്ട്, ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് റെഡി ആയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ പാട്ടൊക്കെ ഇട്ട് പതുക്കെ തുണി മടക്കി വെക്കും. അപ്പോൾ തുണിയെല്ലാം മടക്കി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും. ഇടയ്ക്ക് ഫോൺ നോക്കിയിരിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ മേളിലൊക്കെ പോയിരിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ നോക്കും, മിന്ത്രയൊക്കെ നോക്കും, ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കും. ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ കൂടുതലും എഡിറ്റ് ചെയ്യാനൊക്കെ കാണും, വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ കാണും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കും. വീണ്ടും TV കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പം ഇങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്യാറൊക്കെ. അപ്പം നമ്മുടെ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. ഇനിയും ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, ഞാൻ വന്നു. പിന്നെ എൻ്റെ ഹെയർ വാഷ് ഡേ അല്ലായിരുന്നു, അപ്പോൾ ഞാൻ അതുകൊണ്ട് ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ഞാൻ വീക്ക്ലി 2 തവണ മാത്രമായിരിക്കും ഹെയർ വാഷ് ചെയ്യുന്നത്. എനിക്ക് ഹെയർ ഫോളൊക്കെ കുറയാൻ അങ്ങനെയാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ടും, ഭയങ്കര ചൂടായതുകൊണ്ട് വൈറ്റ് ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. ജസ്റ്റ് ബേസിക് സ്കിൻ കെയറും മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു മാല ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കയ്യിലൊരു റിങ്ങും ഇട്ടിട്ടുണ്ട്, വാച്ചും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിമൽ ഗോ ടു ലുക്കിലാണ് ഞാനിന്ന് പോകുന്നത്. പുറത്ത് നല്ല ചൂടാണ്, കാരണം എന്തിട്ടാലും നമ്മൾ വേർത്ത് കുളിച്ച് വേണം തിരിച്ച് വരാൻ, അത്ര ചൂടാണ്. അപ്പം അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരട്ടെ.
അപ്പോൾ ഞാൻ ഇറങ്ങി. ഞാൻ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല, ഇനി അവിടെ ഫെസ്റ്റിന് പോകുന്നുണ്ടല്ലോ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചു. പിന്നെ എന്താ, ഞാൻ ബസ്സിനായിട്ട് ഇന്ന് പോകുന്നത്. അവിടെ നല്ല ട്രാഫിക്കാണ് ചെങ്ങന്നൂർ. അപ്പോൾ വണ്ടിയും കൊണ്ടൊക്കെ പോയാൽ പണി കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ബാക്കിയുള്ളത് കാണിച്ചു തരാം. അപ്പം നടന്നു വരുന്നവരൊക്കെ ഞാനിങ്ങനെ ഫോണിൽ വർത്താനം പറഞ്ഞ് വരുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് അതൊരു പ്രശ്നമല്ല, പക്ഷെ കണ്ടു നിൽക്കുന്നവർ ഇങ്ങനെ ഇവിടൊക്കെ ഇങ്ങനെ ഫോണിൽ നോക്കി വർത്താനം പറയുന്നത് എന്തോ ഓക്കോടായിട്ട് അവർ നോക്കുന്നു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം. ബസ് ഇപ്പോൾ വരുമോ എന്താ സമയമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടോ നോക്കാം. അപ്പോൾ ഞാൻ ചെങ്ങന്നൂർ എത്തി. ഞാനവിടെ ജംഗ്ഷനിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് ബസ് കിട്ടിയായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെങ്ങന്നൂർ വന്നു. ഞങ്ങൾക്കൊരു 5 മിനിറ്റ് വന്ന് ചെങ്ങന്നൂരേക്ക് വരാൻ, കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ. അപ്പോൾ നല്ല വെയിലായിരുന്നുകൊണ്ട് അപ്പോൾ പോയില്ല ഞങ്ങൾ ഫെസ്റ്റിന്. നേരെ ഞങ്ങൾ രേഖാചിത്രം ഫിലിം കാണാനായിട്ട് കയറി. അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ അങ്ങ് പോയില്ല, ഞങ്ങൾ നേരത്തെ അല്ലേ ഇറങ്ങിയത്, അപ്പോൾ കുറച്ച് ടൈം അങ്ങനെ പോയി. അപ്പോൾ വൈകിട്ട് ഫെസ്റ്റിന് കയറാം എന്നുള്ള പ്ലാനായി. അപ്പോൾ അങ്ങനെ നേരെ ഫിലിമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ടാണ് ഫെസ്റ്റിന് കയറുന്നത്. ശരിക്കും ഈ ഫിലിം പ്ലാൻ ഇല്ലായിരുന്നു, ഫെസ്റ്റിൻ്റെ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പുറത്ത് നല്ല ചൂടായിരുന്നുകൊണ്ട് ഫിലിം കണ്ട അത്രയും സമയം പോയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫെസ്റ്റിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ മേള ഗ്രൗണ്ട്, ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ട്. ഇത് ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു നടക്കുന്നത്. നല്ല രസമായിരുന്നു, കുറേ സാധനങ്ങൾ മേടിക്കാനും അതുപോലെ കുറേ സ്റ്റേറ്റ്സിൽ നിന്നുള്ള സാധനങ്ങളുണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ളതും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ വരെ പോയി അവരുടെ സാധനം മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ പോയി മേടിക്കാം. ഇതൊക്കെ കേരളത്തിൽ നിന്നുള്ള ഐറ്റംസ് ആയിരുന്നു. അതല്ലാതെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ആസാം, ജയ്പൂര് അങ്ങനെയുള്ളിടത്തു നിന്നൊക്കെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആന്ധ്രാപ്രദേശിൻ്റെ സ്റ്റോൾസൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും കുറേ ഐറ്റംസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കതിൽ ഈ മഞ്ഞ സാരി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. മഞ്ഞ എൻ്റെ ഫേവറേറ്റ് കളറുമാണ്. അപ്പോൾ ഈ മഞ്ഞ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് മേടിച്ചില്ല, കാരണം എനിക്കൊരു സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കിയിട്ട് പിന്നെ എപ്പോഴെങ്കിലും എനിക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് മേടിക്കുകയുള്ളൂ. അപ്പോൾ നോക്കി വെച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ മേടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് അത് മേടിക്കാനുള്ള റിഗ്രറ്റ് തോന്നിയില്ല. റിഗ്രറ്റ് തോന്നിയാൽ മാത്രമേ ഞാൻ ആ സാധനം മേടിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അവിടുന്ന് വന്നപ്പോഴാണ് ഈ കൊച്ച് പാമ്പിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് കണ്ടപ്പോഴേ പേടിയായി. പക്ഷെ എനിക്കിത് പാമ്പിനെ എടുത്ത് കൈ പിടിക്കണമെന്നുണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോൾ അത് ഭയങ്കര പേടിയായി. അപ്പോൾ 2 കുഞ്ഞു പിള്ളേരാണ് ഇതിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പാമ്പെടുത്ത് കഴുത്തേ കടിക്കുന്നതും മൂക്കെ കടിക്കുന്നതൊക്കെ. പിന്നെ അങ്ങനെ ഞാൻ ഈ കിളിയെ വെച്ച് ട്രൈ ചെയ്തു. പക്ഷെ ഇതും എനിക്ക് പേടിയായിരുന്നു. ഞാൻ പേടിച്ച് വിറച്ച് നിൽക്കുമായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ പെറ്റ്സൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ പെറ്റ്സിനെ തൊടുകയോ അല്ലെങ്കിൽ അതിനെ കളിപ്പിക്കാൻ ചെല്ലുകയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. പട്ടി, പൂച്ച, അതുപോലെ കിളികൾ, ഇതിനെ ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എനിക്കതിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ ഈ വക കാറ്റഗറിയിലുള്ള സാധനങ്ങളായിട്ടൊന്നും അധികം ഇടപഴകാറില്ല. അപ്പോൾ ഇത് എനിക്ക് എന്തോ ഒരു ഫൺ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഇതിനെ തൊടുകയും ചെയ്തില്ല, അതുപോലെ എടുത്തോ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇതിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. എന്തോ 100 rupees ആയിരുന്നു ഈ ഒരു കിളിക്ക് തന്നെ അവർ ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഞാനത് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ നഖം കൊള്ളും നമ്മുടെ ദേഹത്ത്, മുറിയത്തില്ല, അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് കൊള്ളും. പിന്നെ അതിനുശേഷം വെളിയിൽ വന്നപ്പോഴത്തേക്കും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങളിതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ജൈൻറ്റ് വീലിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ സ്വിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്. അങ്ങനെ സ്വിങ്ങിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്തു. കുറേ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്തു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൽ കയറുന്നത്. എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കയറാൻ. എന്നുവെച്ചാൽ പേടി മാത്രമല്ല, എനിക്ക് തല ഇറങ്ങുകയും ഛർദ്ദിക്കാൻ വരും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ കഴിവതും അവോയ്ഡ് ചെയ്യാറുണ്ട്. എനിക്കിഷ്ടമാണെങ്കിലും എൻ്റെ പേടിയും അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടുകളും കാരണം ഞാൻ കുറേയൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പിന്നെ
അവൻ ഒരുപാട് നിർബന്ധിച്ച് എന്നെ ഇതിൽ ഒന്ന് കയറ്റിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഡ്രാഗൺ സ്വിങ്, എനിക്കിതിൻ്റെ പേരിപ്പോഴാണ് കിട്ടിയത്, ഡ്രാഗൺ സ്വിങ്, അതിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കയറിയപ്പോൾ എന്നെ നിർബന്ധിച്ചവരൊക്കെ ഇരുന്ന് പേടിച്ച് കരയുമായിരുന്നു. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം അല്ല, ഇതിന് മുമ്പ് ഒരു തവണ കയറിയിട്ടുണ്ട്. പക്ഷേ അന്ന് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ ഓർക്കുന്നതും ഇല്ല, കുഞ്ഞിലേ എപ്പോഴും ആയിരുന്നു. പക്ഷേ ഈ ടൈമിൽ കയറിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല സ്പീഡിലുമായിരുന്നു. ഞങ്ങൾക്ക് ചെങ്ങന്നൂർ മൊത്തം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് കാണാനും നല്ല രസമായിരുന്നു. പിന്നെ അന്നേ ദിവസം അവിടെ റിമി ടോമിയുടെ ഗാനമേളയായിരുന്നു ഉണ്ടായിരുന്നത്. അതും നല്ല രസമായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഗാനമേളയൊക്കെ എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യത്തെ ദിവസം മോഹൻലാലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ നല്ല പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം നമ്മൾ അനിയത്തിയുടെ സ്കൂളിലേക്ക് പോകുമായിരുന്നു. അവിടെ ആനുവൽ ഡേ ആയിരുന്നു. അപ്പോൾ അവളുടെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതും കാണിച്ചു തരാം. അപ്പോൾ ഇവളുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ലൊരു അടിപൊളി പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ അവരുടെ സ്കൂളിൽ. ഇവളുടെ ഡാൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം സ്കൂളിൽ നിന്ന് നമ്മളൊരു ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുകയാണ് അവിടുന്ന്. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. നമ്മൾ ഒത്തിരി ലേറ്റായി ഇന്ന്, കാരണം ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴേ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫെസ്റ്റിനും പോയിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ക്വാർട്ടർ അൽഫാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചില്ല, ഇവക്ക് വേണ്ടിയിട്ടായിരുന്നു മേടിച്ചത്. ഞാൻ രാവിലെ കാണിച്ച ആ കപ്പ അവിടെ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു, കപ്പ ഉണ്ടായിരുന്നു. അപ്പോൾ കപ്പ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമായിരുന്നുകൊണ്ട് ഞാൻ അൽഫാമൊന്നും കഴിച്ചില്ല. കുറേ നാളായിരുന്നു കപ്പ കഴിച്ചിട്ടും, അങ്ങനെ കപ്പ കിട്ടുന്നില്ലായിരുന്നു. കപ്പയുടെ സീസൺ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കപ്പ കഴിച്ചു. നല്ല ടേസ്റ്റി കപ്പയായിരുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് തന്ന കപ്പ നല്ല ടേസ്റ്റി ആയിരുന്നു. ഞാൻ അതും അച്ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചത്. കപ്പ മീൻകറി, കപ്പ ചിക്കൻ കറിയൊക്കെ നല്ല കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ഞാൻ കപ്പ അച്ചാർ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവൾ അത് കഴിച്ചു, ഞാൻ ഇത് കഴിച്ചു. അപ്പോൾ അതായിരുന്നു നമ്മളുടെ ഡിന്നർ. അങ്ങനെ ഞാനും അവളും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്ലേറ്റ് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല നൈസ് ഡിന്നറായിരുന്നു ഇന്ന്, സൂപ്പറായിരുന്നു. എൻ്റെ വയറ് നന്നായിട്ട് നിറഞ്ഞു. അങ്ങനെ ഡിന്നർ നമ്മളധികം കഴിക്കരുതെങ്കിലും എനിക്ക് രാത്രിയിൽ ഒരുപാട് ഭക്ഷണം കഴിക്കണം, എനിക്ക് രാത്രി വയറ് ഫുള്ളായിട്ടിരിക്കണം. അങ്ങനെ നല്ലൊരു ഡിന്നർ കഴിഞ്ഞു. അതിനുശേഷം നമ്മുടെ സ്കിൻ കെയർ ആണ്. ഞാൻ നൈറ്റ് സ്കിൻ കെയർ വീഡിയോസൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. വളരെ മിനിമൽ ഒരു സ്കിൻ കെയർ ആണ് ഞാൻ നൈറ്റ് ചെയ്യുന്നത്. അപ്പം നൈറ്റ് ഞാൻ യൂസ് ചെയ്യും ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യാറുണ്ട്. ഇത് ലൊറിയലിൻ്റെ ഹൈലറോണിക് ആസിഡാണ്. നല്ലതാണ്, പിമ്പിൾസും അതുപോലെ തന്നെ ബ്ലാക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ അങ്ങനെയൊക്കെ മാറാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാത്തവർ യൂസ് ചെയ്ത് നോക്കുക. എപ്പോഴും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി.
അങ്ങനെ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ജോയ് റിഫൈവിറ്റിയുടെ ഒരു നൈറ്റ് ക്രീമുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതും ഞാൻ ഒരു 5 വർഷമായിട്ട് അതാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത്. 5 വർഷത്തിൽ മേലെ ആയിട്ടുണ്ട് അതാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു ക്യൂട്ട് പാക്കേജിലൊക്കെയാണ് അത് വരുന്നത്. അപ്പം അങ്ങനെ ഇതാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ. ഞാൻ ഒത്തിരി വാരി എല്ലാം കൂടെ തേക്കാറില്ല. ഇപ്പം ഇന്നിപ്പോൾ ഹൈലറോണിക് ആസിഡ് തേച്ച് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ വൈറ്റമിൻ സി എല്ലാം രാത്രിയിൽ തേക്കും. അല്ലാതെ എല്ലാം കൂടെ ഒരു ദിവസം അങ്ങനെ തേക്കാറില്ല. അപ്പോൾ വളരെ മിനിമലായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. അതിപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ ആണെങ്കിലും നൈറ്റ് സ്കിൻ കെയർ ആണെങ്കിലും വളരെ മിനിമലായിട്ടേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഹൈലറോണിക് ആസിഡും ഈ നൈറ്റ് ക്രീമും മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ഒരു ലിപ് ബാമും കൂടെ യൂസ് ചെയ്യും. നമ്മൾ നൈറ്റ് ആണെങ്കിലും ലിപ്സ് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ നൈറ്റ് ഒരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യും. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മുടിയൊക്കെ കെട്ടി അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നെന്നാണെങ്കിൽ ഇന്നത്തെ ഡേ നല്ലൊരു ഡേ ആയിരുന്നു. അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. കുറേ എൻ്റെ കാര്യങ്ങളും കുറച്ച് ചെയ്ത് തീർത്തു. അതുപോലെ തന്നെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലിരുന്ന് അങ്ങനെ ബോറടിക്കുന്ന അങ്ങനെ ഒരു ഡേ അല്ലായിരുന്നു. എല്ലാ ദിവസവും നല്ല ഡേ ആണ്, പക്ഷെ ഇന്ന് കുറച്ചും കൂടെ നല്ലൊരു ഡേ ആയിരുന്നു. എനിക്ക് ഇന്ന് ഇഷ്ടപ്പെട്ടു. കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ട് ഇന്ന് ഡേ എൻഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.